ചീഫ് സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്നു. തത്സമയത്തേക്കാളും TPR വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പം ഒരു 11% എത്തി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു, എല്ലാ ബന്ധപ്പെട്ട ആളുകളെല്ലാം വിളിച്ച്. അപ്പോൾ അതിൻ്റെ തീരുമാനങ്ങളുടെ വെളിച്ചത്തിൽ നമുക്കൊരു ചില ക്യാമ്പയിൻ നടത്തേണ്ടതുണ്ട്. ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ ഒരു ടെസ്റ്റിംഗ് ക്യാമ്പയിനാണ് ഏറ്റവും അടിയന്തരമായിട്ട് ചെയ്യേണ്ടത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് കൂടുമ്പോൾ ടെസ്റ്റിംഗ് വർദ്ധിപ്പിച്ചാലേ ആളുകൾക്കെല്ലാം ഈ കോവിഡ് ബാധിച്ചവർക്ക് അവർക്ക് അതിൻ്റെ ആ ടെസ്റ്റ് നടത്തി പറഞ്ഞാൽ മാത്രമേ അത് സ്പ്രെഡ് ചെയ്യാതിരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം നമ്മൾ ഫ്രൈഡേ സാറ്റർഡേ ആയിട്ട് 2.5 ലക്ഷത്തോളം ആളുകളെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ നടത്തുക എന്നുള്ളതാണ്. 2 തൊട്ട് 2.5 ലക്ഷം വരെ ആളുകളെ അതിൻ്റെ സാമ്പിൾ എടുക്കണം. അത് ചില പ്രയോറിറ്റി ആളുകളെ തന്നെ സാമ്പിൾ എടുത്താലേ കൂടുതൽ പ്രയോജനമുള്ളൂ. പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുൻനിര വർക്കേഴ്സ്, 45 വയസ്സിൽ താഴെയുള്ള ആളുകൾ, മുകളിലുള്ള ആളുകൾ കുറേ പേരെ വാക്സിനേറ്റ് ചെയ്തിട്ടുണ്ട്. താഴെയുള്ള ആളുകളാണ് ടെസ്റ്റ് ചെയ്യപ്പെടേണ്ട ആളുകൾ, ഒരു പ്രധാന വിഭാഗം. ആ 45 വയസ്സിൽ താഴെയുള്ള ആളുകളിൽ തന്നെ ഈ മുൻനിര വർക്കേഴ്സായിട്ടുള്ള ആളുകൾ, പബ്ലിക്കുമായിട്ട് ഒത്തിരി കോൺടാക്റ്റിൽ വരുന്ന ആളുകൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ്, അല്ലെങ്കിൽ പിന്നെ ഈ പബ്ലിക്കുമായിട്ട് ഒത്തിരി കോൺടാക്റ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ, ഷോപ്സ്, മറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്, ഹോട്ടൽസ്, ഇങ്ങനെയൊക്കെയുള്ള തൊഴിൽശാലകളിലെ പൊതു പ്രവർത്തനത്തിൽ ഈ ഹെഡ് ലോഡ് വർക്കേഴ്സ്, അങ്ങനെയൊക്കെയുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെല്ലാം ഒന്ന് മാസീവായിട്ട് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് അതിൽ കോവിഡ് ബാധിച്ചവരെ കണ്ടുപിടിച്ച് അവർ ക്വാറൻറ്റൈനിൽ പോയാൽ ഇതിൻ്റെ ഈ വ്യാപനം വളരെയധികം തടയാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചത്. അതോടൊപ്പം തന്നെ പിന്നെ നമുക്കൊരു വാക്സിനേഷൻ ക്യാമ്പയിൻ നടത്തേണ്ടതുണ്ട്. വാക്സിനേഷനിൽ നമ്മൾ വളരെ മുന്നിലെത്തിയിട്ടുണ്ട്. 50 ലക്ഷത്തോളം ആളുകളെ വാക്സിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് ഡോസ് നമുക്ക് കിട്ടിയ വാക്സിനേഷൻ ഡോസുകളിൽ ഇപ്പം 7 ലക്ഷത്തോളം ഡോസ് മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ശരാശരി 2 ലക്ഷത്തിൽ കൂടുതൽ വരെ ഡോസിൽ എത്താവുന്ന സ്ഥിതിയിലാണ് ഇപ്പം ഉള്ളത് വാക്സിനേഷൻ. അപ്പോൾ അതുകൊണ്ട് ശരിക്ക് വാക്സിനേഷൻ സപ്ലൈ അനുസരിച്ച് നമുക്ക് ഡോസ് കൂട്ടി കൂടുതൽ ഡോസുകൾ കൊടുക്കുന്ന രീതിയിൽ ഇത് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, കേരളം 0 വേസ്റ്റേജിലാണ് വാക്സിനേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും അത്രയും അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. 0 വേസ്റ്റേജിൽ നമ്മൾ വാക്സിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ വാക്സിനേഷനിൽ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അതേസമയം തന്നെ ഇതിലും പ്രധാനപ്പെട്ട ക്യാമ്പയിനാണ് എൻഫോഴ്സ്മെൻറ്റ് ക്യാമ്പയിൻ. അപ്പോൾ ടെസ്റ്റിംഗ് ക്യാമ്പയിനും വാക്സിനേഷൻ ക്യാമ്പയിൻ്റെ കൂടെ, ടെസ്റ്റിംഗ് ക്യാമ്പയിൻ ഒരു തുടർച്ചയായിട്ടുള്ള ക്യാമ്പയിൻ ആണെങ്കിലും ഒരു ഒറ്റയടിക്ക് ഒത്തിരി പേരെ ടെസ്റ്റ് ചെയ്യുന്നതിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഈ 2 ദിവസം കൊണ്ട് ഇങ്ങനെ ഒരു 2.5 ലക്ഷം ഒരുമിച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ആലോചിക്കുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ക്യാമ്പയിൻ ഇതുപോലെ തന്നെ കാര്യമായിട്ട് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്ന് പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. വീണ്ടും ഇപ്പോൾ ഇൻഡോറിൽ ആളുകളുടെ എണ്ണം കുറയ്ക്കാൻ 75, ഔട്ട്ഡോറിൽ 150 കുറയ്ക്കുക. പിന്നെ ഇപ്പോൾ ഷോപ്പുകൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ, പിന്നെ 2 മണിക്കൂർ യോഗങ്ങളെല്ലാം ചുരുക്കുക. ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് എല്ലാം പ്രവർത്തിക്കണം, പക്ഷേ അതിൻ്റെ പ്രവർത്തന സമയം കുറച്ചുകൂടെ ഒന്ന് പരിമിതപ്പെടുത്താനായിട്ട് ഉള്ള ശ്രമം. പിന്നെ അത്യാവശ്യമായിട്ടുള്ള കാര്യത്തിൽ മാത്രം യോഗങ്ങളൊക്കെ നടത്തുക. പിന്നെ യോഗങ്ങൾ ഓൺലൈനായിട്ട് കഴിയുന്ന നടത്താനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കുറേയൊക്കെ നിയമപ്രകാരം തന്നെ എൻഫോഴ്സ് ചെയ്യേണ്ടതാണ്, സംശയമില്ല. പക്ഷേ ധാരാളം കാര്യങ്ങൾ ആളുകൾ സ്വയം ചെയ്യേണ്ടതാണ്. പല കാര്യങ്ങളും ആളുകൾ സ്വയം തന്നെ അവരെ പ്രതിരോധിക്കാൻ ഒരു മുന്നോട്ട് വരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ എല്ലാവരും കൂടി ഇതിൽ സഹകരിച്ച് ഒരു ക്യാമ്പയിൻ, ഈ 3 ക്യാമ്പയിനും വളരെ ജനങ്ങളുടെ ഒരു സഹകരണത്തോടെ അല്ലെങ്കിൽ അവരുടെ പങ്കാളിത്തത്തോടെ വളരെ ഭംഗിയായിട്ട് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കോവിഡിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ഏറ്റവും ത്വരിതഗതിയിൽ കോവിഡിനെ നിയന്ത്രിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ എത്തിച്ചേരാൻ നിങ്ങളെല്ലാവരും കൂടി ഒന്ന് സഹകരിച്ച് നമുക്ക് തീർച്ചയായിട്ടും അത് നേടാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ഒന്ന് പറയുക, ചർച്ച ചെയ്യുക, ഇതൊക്കെയാണ് ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ഉദ്ദേശം. ഇതിലെ ഇപ്പോൾ പരീക്ഷയുടെ സമയമാണ്. ഏതാണ്ട് ഇനി മുതലുള്ള പരീക്ഷാ കാലങ്ങളിൽ ഒരു പരീക്ഷ ഒരു ദിവസമുള്ളൂ. ഇതുവരെ 2 പരീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് കഴിയുന്നതും ഒരു ഇൻകൺവീനിയൻസ് വരാത്ത രീതിയിലുള്ള ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളൊക്കെ വേണം. പിന്നെ പല പരീക്ഷകളൊക്കെ പലതും വരാനിരിക്കുന്നുണ്ട്. ചില ഓൾ ഇന്ത്യ പരീക്ഷകൾ വരുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഈ പരീക്ഷകളെല്ലാം നമുക്ക് നടത്തിയെടുക്കേണ്ട ആവശ്യമുണ്ട്.
അതേസമയം തന്നെ അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നമുക്ക് തടസ്സപ്പെടുത്താതെ നടത്തുന്നതിൻ്റെ കൂടെ തന്നെ അത്രയും പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് നീട്ടിവെക്കാവുന്ന കാര്യങ്ങളുണ്ട്. പല യോഗങ്ങൾ, പലതരത്തിലുള്ള ചടങ്ങുകൾ, പലതരത്തിലുള്ള ഫങ്ഷൻസ്, ഇതൊക്കെ ആളുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു 2 ആഴ്ച നീട്ടി വെച്ചിട്ട് ഇത് ഈ വ്യാപനം കുറയുന്ന സമയത്ത് നടത്തുന്നതായിരിക്കും നല്ലത്. അതിനൊക്കെ ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു അവബോധം ആവശ്യമുണ്ട്. ഇപ്പോൾ ടെസ്റ്റ് നടത്തുകയെന്ന് വെച്ചാൽ ചിലപ്പോൾ 45 വയസ്സിൽ കൂടുതലുള്ള ആളുകളെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 45 വയസ്സിൽ കൂടുതലുള്ള ആളുകളെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവരെല്ലാം ഈ ടെസ്റ്റ് എത്രയും വേഗം എടുക്കാൻ വാക്സിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് മുന്നോട്ട് വരേണ്ട ഇത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഏതെങ്കിലും ജില്ലകളിൽ അതിൽ പിന്നോക്കാവസ്ഥയുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അതിന് ഒരു വാക്സിൻ ഹെസിറ്റൻസി ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു മനോഭാവം എല്ലാവരിലും സൃഷ്ടിക്കാനായിട്ട് കൂടി നമ്മുടെ ഒരു കൂട്ടായ പ്രവർത്തനം ആവശ്യമുണ്ട്. ചില ജില്ലകളിൽ അങ്ങനെ ചെറുതായിട്ടുള്ള ഒരു താല്പര്യക്കുറവൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് കൂടുതൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. എങ്കിലും എല്ലായിടത്തും നമുക്കത് വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. 1,15,00,000 ആളുകളാണ് നമ്മൾ ഈ 45 വയസ്സിൽ കൂടുതലുള്ളത്. അതിലിപ്പോൾ 50 ലക്ഷം ആളുകൾക്ക് ഫസ്റ്റ് ഡോസ് കൊടുത്തു. ഇനി 65 ലക്ഷം ആളുകൾക്ക് കൊടുക്കാനുണ്ട്. അതും എത്രയും വേഗം വാക്സിൻ ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ 7 ലക്ഷത്തിൽ പരം ഡോസ് ഇപ്പോൾ കയ്യിലുണ്ട്. ഇനിയും പുതിയത് സമയത്തിന് തരുമെന്നാണ് അവർ ഉറപ്പ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഏറ്റവും കുറഞ്ഞത് 1 കോടി ഡോസും കൂടി 2 ഡോസ് കൊടുക്കണമല്ലോ. 1 കോടി ഡോസ് കൂടി കൊടുത്തു തീർക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് നമുക്ക്. എത്രയും വേഗം ഈ 1 കോടി ഡോസ് ആളുകൾക്ക് കൊടുത്തു തീർത്താൽ അതിൻ്റേതായ വലിയ ഗുണമുണ്ടാവും. അത് 45 വയസ്സ് കഴിഞ്ഞ ആളുകൾ എന്ന് വെച്ച് 45 വയസ്സിൽ താഴെയുള്ള ആളുകൾ പ്രധാനപ്പെട്ടവരല്ലെന്ന് അർത്ഥമില്ല. കാരണം പലപ്പോഴും ഈ 45 വയസ്സിൽ താഴെയുള്ള ആളുകളാണ് ഇത് ഈ ജോലിക്കൊക്കെ പോകുമ്പോൾ ഇത് സ്പ്രെഡ് ചെയ്യുന്നത് കൂടുതൽ. അപ്പം അങ്ങനെ ഉള്ള ഒരു പ്രശ്നമുള്ളതുകൊണ്ട് അവരെയും കൂടി നമ്മൾ ഇതിൽ ഏറ്റെടുക്കണം. അവരെയും കൂടി ബോധവൽക്കരണം നടത്തണം എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ട്യൂഷൻ ക്ലാസ്സുകളൊക്കെ നടക്കുന്നതായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ ട്യൂഷൻ ക്ലാസ്സുകളൊക്കെ നടത്തുമ്പം അതിന് വേണ്ടത്ര കോവിഡ് ഇതിൽ പ്രതിരോധമില്ലാതെ ആളുകൾ ട്യൂഷന് വിധേയമാക്കിയാൽ അതും വലിയ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കുട്ടികളെ ട്യൂഷൻ നടത്തുന്നവരും കോവിഡ് ഇത് പാലിക്കാത്ത ട്യൂഷൻ ക്ലാസ്സുകളൊന്നും നടത്താൻ പാടില്ല. അതിനുള്ള നിയന്ത്രണങ്ങൾ എല്ലാവരും പാലിക്കേണ്ടതാണ്. ഷോപ്സ് പ്രത്യേകിച്ചും ഈ ആഹാരം കഴിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ എല്ലാവരും ചേർന്നിരുന്ന് അവിടെയാണ് കൂടുതൽ ബ്രേക്ക് വരുന്നത് ഈ മാസ്കിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ കഴിയുന്നതും ടേക്ക് അവേ ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഹോം ഡെലിവറി സംവിധാനങ്ങൾ വർദ്ധിപ്പിച്ചാൽ ഒത്തിരി തിരക്കെല്ലായിടത്തും കുറയും, മാർക്കറ്റുകളിലൊക്കെ പ്രത്യേകിച്ചും. പല കാര്യങ്ങൾക്കും ഓരോ വീടുകളിൽ നിന്നും മാർക്കറ്റ് സന്ദർശനം ഒഴിവാക്കാൻ, കടകളിൽ പോകുന്നതൊക്കെ ഒഴിവാക്കാതെ കടകളെല്ലാം കഴിയുന്നതും കുറേ ഹോം ഡെലിവറി സിസ്റ്റംസ് ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ കോവിഡ് കാലത്തും അത് കഴിഞ്ഞ് ഭാവിയിലും അത്തരം സിസ്റ്റംസ് നമുക്ക് ഉപയോഗപ്രദമായിരിക്കും. ഓരോ പോയിന്റ് ഇൻഫാക്ട് ആഡ് ചെയ്യാനുള്ളത് അത് നമ്മൾ ചർച്ച ചെയ്തു. അത് അടുത്ത 2 ആഴ്ച ഏതെങ്കിലും ഇവൻറ്റ് ഉണ്ടെങ്കിൽ ആ ഓർഗനൈസർ ആ ഇവൻറ്റിൻ്റെ ഇൻഫർമേഷൻ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻക്ക് തരണം. അതിൽ പെർമിഷൻ അല്ല, പക്ഷേ ഇൻഫർമേഷൻ തരണം. അപ്പോൾ ഇൻഫർമേഷൻ തന്നാൽ അവിടെ കോവിഡ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ, കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അത് ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ബാക്കി എല്ലാ കാര്യങ്ങൾ സാർ കവർ ചെയ്തിട്ടുള്ളൂ. വാക്സിനേഷൻ കേന്ദ്രങ്ങൾ ഉച്ചയോടുകൂടി വാക്സിനേഷൻ നടത്തിയിട്ടുണ്ട്. അവിടെ പോകുന്ന ആളുകളോട് എല്ലാവരോടും വാക്സിൻ അവൈലബിൾ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജിമ്മി ജോർജിൽ ഉൾപ്പെടെ ഇന്ന് വാക്സിനേഷൻ നടന്നിട്ടില്ല. അപ്പോൾ ഇത് ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ? എത്ര പെട്ടെന്ന് ഇവിടെയൊക്കെ വാക്സിൻ ലഭ്യമാക്കാൻ പറ്റും? ഇപ്പോൾ വാക്സിനിൻ്റെ നമുക്ക് കയ്യിൽ ഇപ്പോൾ 7 ലക്ഷം ഡോസേജസ് ഉണ്ട്. അപ്പോൾ ആ 7 ലക്ഷം ഡോസേജിൻ്റെ വിതരണം നമ്മൾ എല്ലാ വാക്സിൻ സെൻറ്ററിൽ ചെയ്തിട്ടുള്ളത്. ഇന്ന് രാവിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആരോഗ്യ വകുപ്പിൻ്റെ മിനിസ്ട്രീൻ്റെ സെക്രട്ടറി എന്നോട് സംസാരിച്ചു. ഇന്ന് വീണ്ടും 2 ലക്ഷം ഡോസേജ് കോവിഷീൽഡിൻ്റെ നമുക്ക് കിട്ടും. പിന്നെ അടുത്ത ബാച്ച് നമുക്ക് 15-16 തീയതി അത് കിട്ടുമെന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയുന്നു അതിൽ അതിൽ കയ്യിലുള്ള വാക്സിനേഷൻ എല്ലാം ഉപയോഗിച്ചാൽ മതി. അത് നിർദ്ദേശങ്ങൾ നമ്മൾ താഴെ എല്ലാ സെൻറ്റർക്ക് കൊടുത്തിട്ടുള്ളത്. സോ ഏതെങ്കിലും സ്ഥലത്ത് അത് സെഷൻ ബുക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ
അങ്ങനെ തിരിച്ച് പോകാനുള്ള അങ്ങനെ അവസരം വരില്ല. അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളൂ. എന്നുവെച്ചാൽ സംസ്ഥാനത്ത് ഇപ്പോൾ തലസ്ഥാന ജില്ലയിൽ മാത്രം 133 കേന്ദ്രങ്ങളിൽ വാക്സിനേഷൻ കുറവായിട്ടുണ്ട്. ആലപ്പുഴ നടന്നിട്ടില്ല. മാസ് വാക്സിനേഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ വാക്സിൻ ഇല്ലാതെ എങ്ങനെ നടത്തുന്ന ഒരു പ്രശ്നം. ഇപ്പം തന്ന 7 ലക്ഷം ഉടനടി കൊടുത്തു തീർക്കാൻ തന്നെയാണ് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊന്നും അത് തീർത്ത് അത് എന്തെങ്കിലും കാരണം വെച്ചാൽ അത് മുഴുവൻ തീർന്നിട്ടില്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അറിയിപ്പ് നടത്തി അത് തൽക്കാലം നിർത്തേണ്ടി വരും. കാരണം കേന്ദ്രത്തിൽ നിന്ന് അത് കിട്ടുന്ന മുറയ്ക്കേ കൊടുക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞോണം ആളുകൾ വന്ന് തിരിച്ചു പോകുന്നത് ഒഴിവാക്കുക. അതിന് എന്തെങ്കിലും കാരണവശാൽ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ മുൻകൂട്ടി അറിയിച്ച് നമ്മളത് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ ഏർപ്പാട് ചെയ്യും. കാരണം പക്ഷേ ഇപ്പോൾ ആസച്ച് നമുക്കിപ്പോൾ 7 ലക്ഷം ഉണ്ട്, അത് നമ്മൾ മുഴുവൻ കൊടുത്തു തീർക്കാൻ തന്നെയാണ് തീരുമാനം. ടോട്ടൽ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ഇത് 52 ലക്ഷം നമ്മൾ ചെയ്തിട്ടുള്ളത്, അത് പ്ലസ് 7 lakhs 60 ലക്ഷം കിട്ടിയിട്ടുണ്ട് ടോട്ടൽ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 7,27,300 ഇപ്പോഴത്തെ ബാലൻസ്. അതിൽ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തു തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡോർ ഔട്ട്ഡോർ യോഗങ്ങളുടെ നമ്പറിൻ്റെ തീരുമാനം ഈ തരം ഉത്സവം ഉൾപ്പെടെയുള്ള ഫംഗ്ഷന് ആപ്ലിക്കബിളാണ്. പക്ഷേ അതിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ ആളുകൾക്ക് പങ്കെടുക്കാനായിട്ട് ഒന്നുകിൽ വാക്സിനേഷൻ കിട്ടിയവരാണെങ്കിൽ അല്ലെങ്കിൽ ടെസ്റ്റ് നടത്തി നെഗറ്റീവ് റിപ്പോർട്ടുള്ളവരാണെങ്കിൽ അവരെ പങ്കെടുപ്പിക്കാം, കൂടുതൽ ആളുകളെ. അത്തരം പാസ് സിസ്റ്റം ഏർപ്പെടുത്താനായിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അല്ല, തൃശ്ശൂർ പൂരത്തിൽ അതിന് അവർ തന്നെ ഒരു പാസ് സിസ്റ്റം സംവിധാനം ചെയ്യാനായിട്ടുള്ള ഒരു സമവായം അവർ സെക്രട്ടറിമാരായ ഒരു ചർച്ച നടത്തി ഉണ്ടാക്കിയായിരുന്നു അവരുമായിട്ട്. അല്ല, അതിൽ ഈ പൂരത്തിൻ്റെ അവിടുത്തെ ആ വലിയ മൈതാനം, അതിൽ കോവിഡ് മാനദണ്ഡം അനുസരിച്ച് 16,000 പേർക്ക് നിൽക്കാനുള്ള ഒരു അത്രയും വലിയ വലിപ്പമുണ്ടെന്നാണ് ഒരു കണക്ക് അവരെടുത്തിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ ടെസ്റ്റ് നടത്തി ഈ 2 കാറ്റഗറി ഉണ്ടല്ലോ, അതായത് ടെസ്റ്റ് നടത്തി നെഗറ്റീവ് ആയവർ, വാക്സിനേഷൻ എടുത്തവർ, ഈ കാറ്റഗറിക്ക് മാത്രമേ അവിടെ പാസ് കൊടുക്കാവുള്ളൂ എന്നാണ് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അത് പ്രകാരം വെച്ച് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് അത് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എനിവേ നോക്കാം, നമുക്ക് ഇനിയും കുറച്ചൊരു സമയമുണ്ടല്ലോ. അല്ല, 150 ആപ്ലിക്കബിൾ ആയടുത്ത് തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ ഓർഡറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും സ്ഥലത്ത് ഈ രീതിയിൽ പാസ് സിസ്റ്റം നടത്തി നിയന്ത്രിക്കാമെങ്കിൽ അത് നമുക്ക് കൂടുതൽ കോവിഡുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളെക്കുറിച്ചും നിയന്ത്രണങ്ങളെക്കുറിച്ചും ചീഫ് സെക്രട്ടറി VP ജോയ് വാർത്താസമ്മേളനം നടത്തുകയാണ്.